ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനം നിൽപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയാണ് സ്തുതിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മശക്തിയോടും പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യുന്നതിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരുന്നില്ലല്ലോ. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ. അങ്ങയുടെ വചനം കൺവിക്റ്റ് ചെയ്യട്ടെ. അങ്ങയുടെ വചനം ഡെലിവർ ചെയ്യട്ടെ. അങ്ങയുടെ വചനം ദൈവാത്മാവ ശക്തിയും കൂടെ പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്തിരിക്കുകയാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു നാം തന്നെ. ആമേൻ. പിന്നെ നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം. പിന്നെ ഇന്നത്തെ എൻ്റെ ടൈറ്റിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയാം: വിശ്വാസത്തെ നമുക്ക് എങ്ങനെ അനുകരിക്കാം, ഹൗ ടു ഇമിറ്റേറ്റ് ഫെയ്ത്ത്. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ഈ ലോകത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. എല്ലാവർക്കും കുറച്ച് ശ്രേഷ്ഠന്മാരുണ്ട്. എല്ലാവരും എക്സാമ്പിൾസ് ആയിട്ട് വെക്കുന്ന, ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് ലോകമനുഷ്യൻ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ലോകമനുഷ്യൻ ഒരു പക്ഷേ സിനിമാക്കാരായിരിക്കാം, ക്രിക്കറ്റ് കളിക്കാരായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ദൈവമക്കൾ, വിശ്വാസികളായ നമുക്ക് ദൈവവചനം ഇതാണ് പറയുന്നത്: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ നമുക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. നമ്മുടെ ശ്രേഷ്ഠന്മാർ ക്രിക്കറ്റ് കളിക്കാരോ സിനിമാക്കാരോ അല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശ്വാസ വീരന്മാരാണ് നമ്മളെ ശ്രേഷ്ഠന്മാർ. അപ്പം ഇങ്ങനെ ശ്രേഷ്ഠന്മാരായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇപ്പം ലോകമനുഷ്യനെ ക്ലിയർ ആയിട്ട് കാണാം. കുറച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം. ആരെയാണോ മനുഷ്യൻ ശ്രേഷ്ഠന്മാരായിട്ട് വെക്കുന്ന, പലപ്പോഴും അവരെ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഓർക്കുമായിരുന്നു, MS ധോണി ഒരു വലിയ ക്രിക്കറ്ററൊക്കെ ആയപ്പോൾ ആ സമയത്ത് ധോണി വലിയ മുടിയൊക്കെ ഇങ്ങനെ വളർത്തുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അനേകരും അങ്ങനെ മുടി വളർത്താൻ തുടങ്ങി. അഭിനവ് ബിന്ദ്ര ഈ ഷൂട്ടിങ് ഗോൾഡ് മെഡൽ മേടിച്ചപ്പോൾ കുറേ പേര്, ചെറിയ ആൾക്ക് പയ്യന്മാരൊക്കെ തോക്കെടുത്തുകൊണ്ട് നടപ്പായിരുന്നത്. അപ്പം ഇങ്ങനെ ആരെയാണോ ശ്രേഷ്ഠന്മാരായിട്ട് നമ്മൾ വെക്കുന്നത്, നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ അറിഞ്ഞോ അറിയാതെ. അപ്പം ദൈവവചനം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. നമുക്കതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. ക്ലിയറായിട്ട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എങ്ങനെ അനുകരിപ്പിൻ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് എനിക്ക് തോന്നുന്നു: ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ ജസ്റ്റ് as I also am of Christ. ക്ലിയറായിട്ട് പറയാം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുകരിപ്പിൻ. ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്നെ അനുകരിക്കുക എന്നുള്ള പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള വേദമാണ് ഇവിടെ പറയുന്നത്. ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊണ്ട് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഭൂമിയിലെ വിശുദ്ധന്മാർ, ഭൂമിയിലെ വിശ്വാസ വീരന്മാരെ ഓർത്ത് അവരുടെ ജീവിത ഫലം നോക്കി അതനുസരിച്ച് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ വിശുദ്ധന്മാരെ, വിശ്വാസ വീരന്മാരുടെ ജീവിതം പഠിച്ച് അവരുടെ ജീവിത ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. ഇതാണ് ഒരു ക്രിസ്ത്യൻ ഇമിറ്റേഷൻ,
അല്ലെങ്കിൽ ദൈവമക്കളായ വിശ്വാസികളുടെ ഇമിറ്റേഷൻ നമുക്ക് ഇതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. വിശ്വാസ വീരന്മാരെ, വിശുദ്ധന്മാരെ നോക്കി, അവരുടെ ജീവിത ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിപ്പീൻ. വേറൊരു ഭാഷയിൽ പറഞ്ഞ വിശ്വാസം എന്ന വലിയ മർമ്മം നാം മനസ്സിലാക്കുന്നതിൻ്റെ ഒരു മാർഗം ഇതാണ്. നമ്മൾ വിശ്വാസ വീരന്മാരെ നോക്കുക, അവരുടെ ജീവിത ഫലം നോക്കുക, അവരുടെ മാതൃക, അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മെയിൻ ടോപ്പിക് ഇതായിരിക്കും. എന്താണ് നമ്മൾ കണ്ടത്? ഭൂമിയിലെ വിശുദ്ധന്മാർ നമുക്ക് ശ്രേഷ്ഠന്മാരാണ്. ഡെഫിനറ്റ്ലി നാം അവരുടെ വിശ്വാസം അനുകരിപ്പാനായി ദൈവവചനം പറയുന്നു. അവരുടെ ജീവിത ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. അപ്പം എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്? വിശ്വാസവീരന്മാരുടെ ജീവിത ഫലം നോക്കി വിശ്വാസം അനുകരിക്കുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് ഈ മെസ്സേജിൽ എക്സ്പ്ലോർ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അപ്പം വിശ്വാസം എന്ന വലിയൊരു മർമ്മം, അതിനെപ്പറ്റി വലിയൊരു മർമ്മമാണ്. അപ്പം നമ്മൾ ടിപ്പിക്കലി നമ്മൾ വിശ്വാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്യം ഏതാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. Assurance of things hoped for, the conviction of things not seen. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകും. അപ്പം പലപ്പോഴും ഞാൻ വിശ്വാസി കോളത്തിൽ ഒബ്സർവ് ചെയ്ത് വിശ്വാസം എന്ന മർമ്മം ഈ ലോകത്തിലെ കാര്യങ്ങൾ കിട്ടുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കുന്നതിനോ മാത്രമായി മനുഷ്യൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് കിട്ടും. ഡെഫിനറ്റ്ലി വിശ്വാസം കർത്താവിൽ നിന്ന് കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടതാണ്. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളത് കർത്താവിൻ്റെ സന്നിധിയിലുള്ള വിടുതൽ, രോഗസൗഖ്യം, സമൃദ്ധി, ദൈവഹിതം അനുസരിച്ചുള്ള ബാക്കി എല്ലാ കാര്യവും ഇൻക്ലൂഡിങ് ഈ ഭൗതിക കാര്യങ്ങളും കർത്താവിന് പ്രാപിക്കാൻ വിശ്വാസം അനിവാര്യമാണ്. ഡെഫിനറ്റ്ലി അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. പക്ഷേ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വിശ്വാസം എന്നൊരു മർമ്മം പലപ്പോഴും ഈ ലോകത്തിലെ കാര്യസാധ്യത്തിനായി മാത്രമുള്ളൊരു ഫോർമുലയായിട്ട് പലപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മെസ്സേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശ്വാസ വീരന്മാരെ നോക്കാം, അവരുടെ വിശ്വാസം അനുകരിപ്പാൻ നമുക്ക് നോക്കാം. അങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ മർമ്മത്തിൽ മനസ്സിലാക്കുന്നതിൽ നമുക്ക് മുന്നേറാം. അപ്പം വിശ്വാസം എന്നത് ഈ ലോകത്തിലെ ഒരു കാര്യസാധ്യ മാർഗമാണ്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വിശ്വാസ വീരന്മാരുടെ വിശ്വാസം നോക്കാം, അവരുടെ ജീവിത ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ നമുക്ക് അനുകരിക്കാം. ഇതിനുള്ള മെയിനായിട്ടൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരെ പറ്റി പറയുന്ന ഭാഗമാണ്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസ വീരന്മാർ അനേകം വലിയ വാഗ്ദത്തങ്ങൾ കർത്താവിൽ നിന്ന് കിട്ടിയവരാണ്. പക്ഷെ ആ വാഗ്ദത്ത നിവർത്തി പലപ്പോഴും അവരുടെ ജീവിതകാലത്ത് കണ്ടില്ല. ഫോർ എക്സാമ്പിൾ, അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ മൂലം ലോകത്തിലെ സകല ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതൊന്നും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. പക്ഷേ വാഗ്ദത്തം വിശ്വാസത്താൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. വാഗ്ദത്ത നിവൃത്തി ഈ ലോകത്തിൽ അവർ കണ്ടില്ലെങ്കിലും അവർ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അതുമാത്രമല്ല, അവസാനത്തെ ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൂരത്ത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ
തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഓ വലിയൊരു മർമ്മം. വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി. ഓ പ്രൈസ് ദി ലോർഡ്. അവർ അനേക കാര്യങ്ങൾ, അനേക വാഗ്ദത്തങ്ങൾ കർത്താവിന് പ്രാപിച്ചവരാണ്. ഈ ഭൂമിയിൽ അനേക വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തവരാണ്. പക്ഷെ അവർ ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി. ഇന്ന് നാം കേൾക്കുന്ന പല കാര്യങ്ങളും വിശ്വാസം ഈ ലോകത്തിലെ കാര്യങ്ങൾ കിട്ടാൻ ഫോർമുലയായി കാണാം. പക്ഷെ നാം വിശ്വാസ വീരന്മാരുടെ വിശ്വാസം പഠിക്കുമ്പോൾ, അവരുടെ വിശ്വാസത്തെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വേറൊരു ഭാഷയെ പറഞ്ഞാൽ അവർ ഈ ലോകത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോയത്. അവരുടെ ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ഒരിക്കലും ഞാൻ പറയട്ടെ, വിശ്വാസ വീരന്മാർ അനേക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാണ്. അവർ ഈ ലോകത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോയത്. ആ ഒരു വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമോ? ഇൻഫാക്ട് ഇത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭാഗം കൂടെ അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് വായിക്കാം. 11-ാം അധ്യായം 16-ാം വാക്യം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ വീരന്മാർ ഈ ലോകത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തവർ, വൻ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ. പക്ഷേ അവർ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാക്ഷിച്ചിരുന്നു. അവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കിയാണ് ജീവിച്ചത്. ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമോ? ഇന്ന് വിശ്വാസം പലപ്പോഴും കാര്യസാധ്യ മാർഗമായി പ്രസംഗിക്കപ്പെടുമ്പോൾ, അങ്ങനെ ഘോഷിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. നമ്മുടെ ഹിതമനുസരിച്ച് നാം വിശ്വാസത്തോടെ അങ്ങനെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നാം വിശ്വാസത്തോടെ നാം അതൊക്കെ ശരിയാണ്. പക്ഷെ വിശ്വാസ വീരന്മാരുടെ വിശ്വാസം അനുകരിക്കുമ്പോൾ അവരോ ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കി അവരോ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാക്ഷിച്ചിരുന്നു. അവരുടെ നോട്ടം കർത്താവിങ്കിലോട്ട് മാത്രമായിരുന്നു. ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ വിശ്വാസം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ നോട്ടം കർത്താവിങ്കിലോട്ട് മാത്രമായിരുന്നു. അവരോ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാക്ഷിച്ചിരുന്നു. ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന് മനസ്സിലാക്കി അവർ ജീവിച്ചു. ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? അവരുടെ ജീവിത ഫലം നോക്കി ആ വിശ്വാസം നമുക്ക് അനുകരിക്കാം. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഇതല്ല മനുഷ്യനെ കേൾക്കേണ്ടത്. വിശ്വാസത്താൽ ഇത് കിട്ടി, അത് കിട്ടി. ഡെഫിനറ്റ്ലി ദൈവഹിതമനുസരിച്ച് കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ വിശുദ്ധന്മാരുടെ വിശ്വാസ വീരന്മാരുടെ വിശ്വാസം അനുകരിക്കുമ്പോൾ നമ്മൾ അവരുടെ വിശ്വാസം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരോ ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി അവർ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ മാത്രം കാക്ഷിച്ച് മുന്നോട്ട് പോയി. കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം അവർ നോക്കി. ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാമോ? അങ്ങനെ ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനോട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് 12-ാം അധ്യായം 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഓ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും
തങ്ങളുടെ സാക്ഷിവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. വിശ്വാസവീരന്മാർ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ നോക്കുകയാണ്. അവർ കുഞ്ഞാണ്ട് രക്തം ഹേതുവായി സാക്ഷിവചനം ഹേതുവായി വലിയ വചനം പ്രസംഗിച്ചു. പക്ഷെ അവസാനം അവന് ജീവപര്യന്തം മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്വന്തം പ്രാണനെ പോലും വകവെക്കാതെ കർത്താവിങ്കിലോട്ട് മാത്രം നോക്കി ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി സ്വർഗീയമായതിനെ മാത്രം നോക്കിയ വിശ്വാസവീരന്മാരുടെ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ഓ പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിശ്വാസം. കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി സ്വന്തം പ്രാണനെ പോലും വകവെക്കാതെ സ്വർഗീയമായതിന് അധികം നല്ലതിനെ കാക്ഷിച്ച് ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി. ഈ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ഈ വിശ്വാസം അനുകരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതുപോലെ നമ്മുടെ കണ്ണ് വിശ്വാസവീരന്മാർ പോലെ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കിയാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്ന പോലെ 3-ാമത്തെ 2-ാം വാക്യമാണ്, നാം ഉയരത്തിലുള്ളത് ചിന്തിച്ച് കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കിയാണോ നാം മുന്നോട്ട് പോകുന്നത്? അതാണോ നമ്മുടെ വിശ്വാസം? അതോ വിശ്വാസം വെറും ഈ ലോകത്തിലെ കാര്യസാധ്യ മാർഗമായി നമ്മൾ മാറ്റിയിട്ടുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസവീരന്മാർ അനേക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു വാഗ്ദത്തം നിവർത്തി പൂർണ്ണമായിട്ടും അവരുടെ ജീവിതകാലത്ത് ഈ ഭൂമിയിൽ കണ്ടില്ലെങ്കിൽ അവർ കർത്താവിങ്കിലോട്ട് മാത്രം നോക്കി അവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി സ്വർഗീയമായതിനെ അധികം നല്ലതിനെ കാണിച്ച് സ്വന്തം പ്രാണനെ പോലും വകവെക്കാതെ അവർ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കിയാൽ മുന്നോട്ട് പോയി. ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ വിശ്വാസം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അനേകം ചോദിക്കുമായിരിക്കും, എനിക്ക് ഈ ലോകത്തിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുള്ളപ്പോൾ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി സ്വർഗീയമായതിനെ മാത്രം കാക്ഷിച്ച് മുന്നോട്ട് ഈ പ്രശ്നത്തിന് എനിക്ക് വിടുതൽ വേണ്ട? സഹോദര സഹോദരി, കർത്താവ് പറയുന്നു കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി സ്വർഗീയമായതിനെ മാത്രം കാക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഓരോ ആവശ്യവും നിറവേറ്റും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടെ സകല നിനക്ക് കിട്ടും. കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി സ്വർഗീയമായതിന് അധികം എന്നെ മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്വന്തം പ്രാണനെ പോലും വകവെക്കാതെ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി നമുക്ക് മുന്നോട്ട് പോകാമോ? വിശ്വാസവീരന്മാരുടെ ഈ വിശ്വാസം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ വിശ്വാസം നാം അനുകരിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ ഓരോ ആവശ്യങ്ങളും നാം ചിന്തിക്കാൻ അപ്പുറം നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. കർത്താവ് നിറവേറ്റട്ടെ. പക്ഷെ ഈ വിശ്വാസം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി സ്വർഗീയമായതിനെ അധികം നല്ലതിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അന്യരും പരദേശികളും ഒന്ന് മനസ്സിലാക്കി സ്വന്തം പ്രാണനെ പോലും വകവെക്കാതെ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി ഓട്ടം. ആ വിശ്വാസം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? ആ വിശ്വാസം നമുക്ക് അനുകരിക്കാമോ? അതോ വിശ്വാസത്തെ വെറും ഒരു കാര്യസാധ്യ മാർഗമായി നാം മാറ്റിയിട്ടുണ്ടോ? കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കിയ ഭൂമിയിലെ വിശ്വാസവീരന്മാരുടെ വിശ്വാസം സ്വർഗീയമായതിനെ അധികം നല്ലതിനെ മാത്രം കാണിച്ച് സ്വന്തം പ്രാണനെ പോലും വകവെക്കാത്ത ആ വിശ്വാസം നമുക്ക് അനുകരിക്കാം. ആ വിശ്വാസം നമുക്ക് അനുകരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, എന്നുള്ള സമയത്തിനെ സ്തുതിക്കുന്നു. വചനഘോഷിപ്പാൻ അടിയനെയും സഹായിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും അപ്പാ വിശ്വാസത്തെ വെറും ഒരു കാര്യസാധ്യ മാർഗമായി ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞു. ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറയുന്നപ്പാ, വിശ്വാസവീരന്മാരുടെ വിശ്വാസം അവരോ സ്വർഗീയമായതിനെ അധികം നല്ലതിനെ മാത്രം കാക്ഷിച്ചു. അവർ മരണപര്യന്തം തങ്ങളെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. കർത്താവെ, അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കി അവർ ഓടി. ഈ ലോകത്തിൽ അന്യരും പരദേശം മനസ്സിലാക്കി അവർ ഓടി. പലപ്പോഴും അപ്പാ ഞങ്ങൾക്കിതൊന്നുമില്ല, ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളുമായിട്ടിരിക്കുന്നപ്പാ ഒരു കാര്യസാധ്യ മാർഗമായി മാത്രം വിശ്വാസത്തെ മാറ്റി ക്ഷമിക്കുവാനാണെ പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കുന്നു, അങ്ങയെങ്കിലേക്ക് തിരിച്ചു വരുന്നു. സ്വർഗീയമായതിനെ അധികം നല്ലതിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് മനസ്സിലാക്കി അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടി
വിശ്വാസവീരന്മാരുടെ വിശ്വാസം അനുകരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് ആ വിശ്വാസം ഞങ്ങളോട്ട് വരട്ടെ. അങ്ങേക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. അങ്ങയുടെ ഹിതം പൂർണ്ണമായി ലോകത്ത് നിറവേറ്റട്ടെ. അപ്പാ തർത്തോളം നടത്തിയ കൃപയ്ക്ക് ആസ്വദിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്തിരിക്കുക ആസ്വദിക്കുന്നു. അപ്പം വചനം കോഴിപ്പാൻ അടിയനെ സഹായിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്ക് സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.